അങ്കിളേ അങ്കിളേ രാവിലെ രാവിലെ നീ ഇറങ്ങിയോ റോഡിൽ? രാവിലെ നീ റോഡിൽ ഇറങ്ങി? നീ എവിടെ പോവാ? ഓ ഞാൻ തൻ്റെ ഇവിടെ കാറിക്കാട് വിട്ടപ്പോഴാണ് വിഷച്ചട്ടിനകത്ത് ഇരുന്ന് വീഡിയോ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരുത്തൻ സ്കൂട്ടറെ വന്നിട്ട് എന്നോട് പറയാം, നീ വീഡിയോ എടുക്കണ്ട, നീ വീഡിയോ ചെയ്യണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയാം, നീ പോ വളിയെന്ന് പറഞ്ഞു. നീ പോ വാളിന്നൊക്കെ ഞാൻ പറഞ്ഞു. നീ പോ വാളിന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞു. നിൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ നല്ല ഈ രസികട്ടിലിരുന്നാണ് വീഡിയോ ചെയ്യുന്നത്. എപ്പോഴും ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഞാനിരുന്ന് വീഡിയോ ചെയ്യുന്നതിന് ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ ഏരിയയിലുള്ള ആൾക്കാരൊക്കെ എല്ലാം ഇഷ്ടമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ചേട്ടാ, ഞാൻ വീഡിയോ ചെയ്യുകയാണ്. നീ ഇന്നും നീ യൂട്യൂബിനകത്തിൽ വീഡിയോ ചെയ്യുകയാണ്? അല്ല ചേട്ടാ, ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ വീട്ടിൽ ബക്കറ്റിനകത്ത് വെള്ളം നിറച്ച് വെച്ച് 5 ദിവസം കഴിയുമ്പം അത് കുത്താടിയായി വരുമ്പം നമ്മൾ ആ ചെറിയ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് കമത്തി വെക്കുക. പിന്നെ അത് ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമത്തി അങ്ങ് വെക്കുക. ചിരട്ടയും ബക്കറ്റും ചെറിയ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമത്തി വെക്കുക. കമത്തി മലത്തി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള പോച്ചയെല്ലാം തോമ്പായം കൊണ്ട് ചെത്തിക്കളയണം. ഇവിടുത്തെ റോഡൊക്കെ ആണെങ്കിൽ മെഷീനെ കൊണ്ട് ചെത്തി അങ്ങ് അടിച്ച് പൊളിപ്പനാക്കിയിട്ടുണ്ട്. ഇവിടെ നല്ല സൗന്ദര്യമാണ്. ഇവിടെ റോഡൊക്കെ കാണാൻ എന്ത് ഭംഗിയുണ്ടായി. ഇവിടെയൊക്കെ ചെത്തി നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരമൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയാക്കൂ. ചേട്ടാ, ഞാൻ വീടിൻ്റെ പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ചേട്ടാ. ഞാനത് വൃത്തിയാക്കി. ഇന്നലെ ഞാനത് ചെത്തി വൃത്തിയാക്കി. അവിടെ കൊതുകിൻ്റെ ബഹളമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് വീട്ടിൽ കൊതുക് എന്തോനാ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കിയപ്പം മനസ്സിലായത് കൊതുക് വരുന്നത് അവിടെ കൂത്താടി അങ്ങ് അലഞ്ഞു വാങ്ങി കിടക്കുകയായിരുന്നു. ഞാൻ ആ ബക്കറ്റിൽ കമത്തി അങ്ങ് വെച്ച് പിന്നെ പോച്ച അങ്ങ് ചെത്തി തൂമ്പാങ്ങി ചെത്തി അങ്ങ് കളഞ്ഞപ്പോൾ നല്ല വൃത്തിയായിരുന്നു. ഈച്ചയൊക്കെ അങ്ങ് പോയി, കൊതുകും പോയി. കൊതുകൊക്കെ അങ്ങോട്ട് പറഞ്ഞാണ് ചൈനയിലോട്ട് പറഞ്ഞു, ജപ്പാനിലോട്ട് ജപ്പാനിൽ പറന്നുപോയി. കൊതുകൊക്കെ ജപ്പാനിൽ പറന്നു പോയപ്പോൾ ജപ്പാൻകാർ പറയാം, ഇതെവിടെ നാടാ ജപ്പാനിൽ നിന്ന് കേരളത്തിൽ നിന്ന് ഈച്ച വന്ന ജപ്പാനിൽ ഈച്ച കുറവാണ്. ഞാൻ പറഞ്ഞു, ജപ്പാനിൽ ഈച്ച കുറവാണ്, ഇനി കുറച്ച് ഈച്ചയും കൊണ്ട് വരാം. ഇത് കണ്ട് നിങ്ങൾ ചിരിക്കണം, ആസ്വദിക്കണം. സൂപ്പർ ഒരു വീഡിയോയാണ്.